എം.എ. അച്ഛൻ ഇന്ത്യയുടെ കാർഡിനൽ ന്യൂമാനായി തീർന്നതെങ്ങനെ? മലങ്കരയിലെ യാക്കോബായ സഭയിൽ നിന്ന് ആദ്യമായി എം.എ. ബിരുദം നേടിയ വൈദികനാണ് ഫാദർ പി.ടി. ഗീവർഗീസ് കത്തനാർ. അതിനാൽ തന്നെ അദ്ദേഹം എം.എ. അച്ഛൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എം.എ. ബിരുദം നേടിയ ശേഷം ഒരിക്കൽ സെറാപൂരിൽ നടന്ന ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് തിരുമേനിക്കൊപ്പം എം.എ. അച്ഛൻ പോയി. അദ്ദേഹത്തെ സെറാപൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹവൽ ശ്രദ്ധിച്ചു. എം.എ. അച്ഛന്റെ പാണ്ഡിത്യവും വാഗ്മിത്വവും സരസ സംഭാഷണവുമെല്ലാം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചുവെന്ന് പറയാം. അങ്ങനെ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അനുവാദത്തോടെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ഫാദർ പി.ടി. ഗീവർഗീസ് നിയമിതനാവുകയാണുണ്ടായത്. സെറാംപൂർ വാസത്തിനിടെ ഭാരതീയ സന്യാസവും കത്തോലിക്ക സന്യാസവും കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. തൽഫലമായി പിന്നീട് യാക്കോബായ സഭയിൽ ബദരി സന്യാസ സമൂഹം സ്ഥാപിച്ചു. മലങ്കരയിലെ യാക്കോബായ സഭയിൽ സമാധാനം കൈവരുന്നതിന് ഇവിടെ സ്വയംഭരണ അവകാശമുള്ള ഒരു കാതോലിക്ക ഉണ്ടാകുന്നത് ഉചിതമെന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദു മിശിഹ പാത്രിയാർക്കീസിനെ ക്ഷണിച്ചു വരുത്തിയതും ഫാദർ പി.ടി. ഗീവർഗീസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി 1912 നിരണത്ത് പള്ളിയിൽ വെച്ച് കണ്ടനാട്ടുമാർ ഈവാനിയോസിനെ പാത്രിയാർക്കീസ് മലങ്കര കാതോലിക്കയായി വാഴിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് അദ്ദേഹം ഗീവർഗീസ് മാർ ഈവാനിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കരുത്തുറ്റ വ്യക്തിത്വം ആരെയും സ്വാധീനിക്കത്തക്കതായിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി.പി. രാമസ്വാമി അയ്യർ പോലും ഒരിക്കൽ പറഞ്ഞത്രേ, എനിക്ക് തിരുവിതാംകൂറിൽ ആരെയെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ബിഷപ്പ് ഈവാനിയോസിനെയാണെന്ന്. സ്വേച്ഛാധിപത്യം പുലർത്തിയിരുന്ന സർ സി.പി.യെ പോലും ഭയപ്പെടുത്താൻ പോരുന്ന ധാർമ്മിക ശക്തി കൂടിയായിരുന്നു അദ്ദേഹം. നിരന്തരമായ പഠനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഫലമായി കത്തോലിക്ക സഭയാണ് സത്യസഭയെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം ചുരുക്കം ചിലർക്കൊപ്പം കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെട്ടു. ലഭിക്കാമായിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു ആ യാത്ര. അങ്ങനെ മലങ്കരയുടെ പുനരൈക്യ ശില്പിയായി മാർ ഈവാനിയോസ്. യാക്കോബായ സഭയിൽ നിലനിന്നിരുന്ന ആരാധനാക്രമം അതേപടി സംരക്ഷിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ ചേരാൻ മാർ ഈവാനിയോസിന് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പയസ് 11 പാപ്പ അനുവാദം നൽകിയതോടെ അദ്ദേഹം മലങ്കര കത്തോലിക്ക സഭയുടെ ആരംഭകനുമായി. ഹെൻറി 8 രാജാവിന്റെ കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടു പോയ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ധൈര്യപൂർവം കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെത്തിയ കാർഡിനൽ ന്യൂമാനെ പോലെ പഠനങ്ങളും പ്രാർത്ഥനയും നൽകിയ ചങ്കുറപ്പിൽ യാക്കോബായ സഭയിൽ നിന്ന് സുധീരം കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെത്തിയ മാർ ഈവാനിയോസ് ഇന്ത്യയുടെ കാർഡിനൽ ന്യൂമാൻ എന്നും വിളിക്കപ്പെടുന്നു. 1953 ജൂലൈ 15 71 വയസ്സിൽ സ്വർഗീയ സന്നിധിയിലേക്ക് യാത്രയായ മാർ ഈവാനിയോസ് ഇന്ന് വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിലാണ്. ഐക്യത്തിന്റെ പ്രവാചകനായ ആ പുണ്യാത്മാവ് ഇന്നും ദൈവസന്നിധിയിലിരുന്ന് തന്റെ ദൗത്യം തുടരുന്നു. നിരന്തരമായ കക്ഷിവഴക്കും കോടതി വ്യവഹാരങ്ങളും തർക്കങ്ങളും കൊണ്ട് ഇപ്പോഴും തളരുന്ന മലങ്കര വിശ്വാസികൾക്ക് ശാന്തിമാർഗം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നക്ഷത്രമായി ദൈവദാസൻ മാർ ഈവാനിയോസ് ഇന്നും പ്രശോഭിക്കുന്നു.